ഇൻഫാം എന്ന സംഘടന കർഷക ദിനം, പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ അതിൽ കൂടിയ നമ്മളുടേത് കേവലം ഒരു പരിസ്ഥിതി ദിനം ആചരണമല്ല. മെയ് മാസം 5-ാം തീയതി ആരംഭിച്ച പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷമാണ് നമ്മൾ ഈ ദിനം പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഈ ആചരണത്തോടുകൂടി നമ്മുടെ പ്രവൃത്തി നിൽക്കുന്നില്ല, അത് തുടരുകയുമാണ്. ഈ വർഷത്തെ നമ്മുടെ പരിസ്ഥിതി ദിനാചരണത്തിന് ഇൻഫാം വലിയൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തെ അല്ലെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. നമുക്കറിയാം പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് എന്ന്. മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം അഥവാ സ്പേസ്. ഇതാണ് പഞ്ചഭൂതം. ഇത് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിലും എല്ലാ ജീവജാലങ്ങളിലുമുണ്ട്. ഒപ്പം പ്രപഞ്ചം മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇൻഫാമും അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മുടെ പദ്ധതി ആവിഷ്കരിച്ചത്. നിങ്ങൾ പലരും ആ പ്രവൃത്തി ചെയ്തവരുമാണ്. ഉദാഹരണം, ആദ്യത്തേത് മണ്ണാണ്. മണ്ണിൻ്റെ സംരക്ഷണം. ഒരു കൃഷിക്കാരൻ അവൻ ഏറ്റവും സ്വന്തമായിട്ടുള്ളത് എന്ന് പറയുന്നത് മണ്ണാണ്. മനുഷ്യൻ പലപ്പോഴും ചോദിക്കുന്നത് 6 അടി മണ്ണാണെങ്കിലും മണ്ണിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും പോരാട്ടം നടക്കുക. ഒരു കുടിൽ വെക്കാൻ, ഒരു വീട് വെക്കാൻ നമുക്ക് മണ്ണാണ് വേണ്ടിയേ. കൃഷി ചെയ്യാൻ നമുക്ക് മണ്ണാണ് വേണ്ടിയത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈതൃക സ്വത്തായി കർഷകർക്ക് ലഭിക്കുന്നതും മണ്ണാണ്. അപ്പം ആ മണ്ണിനെ ജീവനുള്ളതാക്കി നിലനിർത്തുന്ന പദ്ധതികളാണ് ഇൻഫാം വിഭാവനം ചെയ്തതും നടപ്പിലാക്കുന്നത്. അതിൽ നമ്മൾ 2 പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ, ഇൻഫാമിൻ്റെ ജൂബിലി ആഘോഷത്തിൽ. ഒന്നാമത്തെ പദ്ധതി ഭൂമി പുനർജനി പദ്ധതിയായിരുന്നു. മൃതപ്രായമായ മണ്ണിനെ വീണ്ടും ജീവനുള്ളതാക്കാൻ നമ്മൾ ആവിഷ്കരിച്ച പദ്ധതി. 2 കാര്യങ്ങൾ: മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യണം, മണ്ണിൻ്റെ CN റേഷ്യോ കറക്റ്റ് ചെയ്യണം. അതിനുള്ള നടപടികൾ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡോളോമൈറ്റിൻ്റെ വിതരണത്തിൽ, പച്ചക്കക്കയുടെ വിതരണത്തിൽ, കുമ്മായം കൊടുക്കുന്ന കാര്യത്തിൽ, ഒപ്പം നമ്മുടെ മറ്റ് ഇതിൻ്റെ pH ക്രമീകരിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. 2ാം പദ്ധതിയായ ധരണി സമൃദ്ധി പദ്ധതി, അതും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയിൽ പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചാണകവും ജൈവവളങ്ങളും ഒക്കെ കൊടുക്കുന്നത്, വേപ്പൻ പിണ്ണാക്ക് കൊടുത്തു. ഇതൊക്കെ നമ്മൾ നമ്മുടെ മണ്ണിൽ വാരിയിട്ടതിന് ശേഷമാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ വന്നവരല്ല. അതങ്ങനെ മണ്ണിനെ വളർത്തുക, പുനർജനിപ്പിക്കുക, പരിപോഷിപ്പിക്കുക. ഇതാണ് കർഷകരായ നമ്മുടെ ആദ്യ ദൗത്യം. 2ാമതായി നമ്മൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ജലമാണ്. പഞ്ചഭൂതങ്ങളിൽ 2ാമത്തത് ജലത്തിന് നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തത് നമ്മുടെ കിണറുകളും കുളങ്ങളും വൃത്തിയാക്കുകയാണ് ചെയ്തത്. നമ്മുടെ വീട്ടിലെ കിണറുകളും കുളങ്ങളും നമ്മൾ വൃത്തിയാക്കി മഴയ്ക്ക് മുമ്പുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വെള്ളം പരിശോധിക്കാൻ സാധിക്കുന്നിടത്ത് പരിശോധിച്ചു. നമ്മുടെ തോടുകൾ കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മുടെ നാട്ടിലെ തോടുകളെല്ലാം വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചു. ചില ആളുകൾ ആറുകൾ വൃത്തിയാക്കി. അങ്ങനെ നമ്മുടെ ജലാശയങ്ങളെയും തോടുകളെയും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ട് ജലസംരക്ഷണത്തിലേക്ക് നമ്മൾ വന്നു. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും നമുക്ക് ആവശ്യമാണ്. പഞ്ചഭൂതങ്ങളുടെ 2ാമത്തെ കാര്യം. ഇനിയും വൃദ്ധരായ ആളുകളുള്ളപ്പോൾ, കിണർ തേകാൻ പറ്റാത്ത ആളുകൾക്ക് അതത് യൂണിറ്റിലെ ഇൻഫാംകാർ ഒന്നു ചേർന്ന് അവരുടെ കിണറുകൾ തേകിക്കൊടുത്തു, ശുചിയാക്കി കൊടുത്തു എന്ന് പറയുന്നതും വളരെ ശ്രേഷ്ഠമായി നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 3ാമതായിട്ടുള്ളത് അഗ്നിയാണ്. അഗ്നി എന്താണ്? അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്. ഊർജം ഏത് വിധത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക? ഏറ്റവും ഊർജ സ്രോതസ്സായിട്ട് നിൽക്കുന്ന സൂര്യനാണ്. നമുക്കും ഊർജത്തിൻ്റെ പുനരുപയോഗത്തിന് വേണ്ടിയുള്ള ക്രിയാത്മകമായ ഒരു പദ്ധതി ഇൻഫാം മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഗ്യാസും ഓയിലും ഒക്കെ വരുന്നതിന് പ്രതിസന്ധിയുണ്ട്. ഈ സമയത്ത് ഇൻഫാം തിരഞ്ഞെടുത്തൊരു മാർഗം നമ്മുടെയൊക്കെ വീടുകളിൽ കിടന്ന പ്രവർത്തനക്ഷമമായിരുന്നതും പ്രവർത്തനക്ഷമമല്ലാതിരുന്നതുമായ ബയോഗ്യാസ് പ്ലാന്റുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി. താലൂക്കുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രാമത്തിൽ അത് ചെയ്തു, അതിനെ ശുചിയാക്കി. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി. പുതുതായി പ്രവർത്തിക്കുന്നതിന് ആളുകൾക്ക് നമ്മൾ 1 മാസത്തേക്ക് ചാണകം ഫ്രീ ആയിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. അങ്ങനെ പുനരുജ്ജീവനത്തിൻ്റെ, അതായത് റിന്യൂവബിൾ എനർജിയുടെ പുനരുപയോഗത്തിന് വേണ്ട പദ്ധതിയും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മൂന്നാമത് വായു. അന്തരീക്ഷത്തിലേക്ക് നിർഗമനം ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ, അതിനെ ഒഴിവാക്കേണ്ടതും ഓക്സിജന്റെ അളവിനെ കൂട്ടേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മൾ അഗ്രോ ഫോറസ്ട്രിയിലേക്ക്, കാർഷിക വനവൽക്കരണത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ കൃഷിയുടെ ഇടയിലുള്ള അതിൻ്റെ തണലിൽ വെച്ച് പിടിപ്പിക്കാവുന്ന കോഫിയും കൊക്കോയും പെപ്പറും കൂടാതെ ഫലവൃക്ഷങ്ങളും നമ്മൾ നട്ടുപിടിപ്പിച്ചു. ഫലഗ്രാമം പദ്ധതിയും നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി നമ്മൾ ആവിഷ്കരിച്ചതാണ്. അന്തരീക്ഷത്തിലേക്കുള്ള ഇന്നലത്തെ നമ്മുടെ പരിപാടിയിൽ നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി. ഓട്ടോ ഓടിക്കുന്ന അവരുടെ ജീവസന്ധാരണത്തിൻ്റെ മാർഗമാണ്. പക്ഷെ അവർക്ക് കാർബൺ എമിഷൻ നടത്താതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വീടുകളിലും ഒരു മാന്തൈ വയ്ക്കാനായിട്ട് അവരെ നമ്മൾ പ്രേരിപ്പിച്ചു. ഒരു സാമൂഹ്യ അവബോധത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിച്ചു. അതുകൂടാതെ നമ്മുടെ ഇൻഫാമിൻ്റെ എല്ലാ കർഷക കുടുംബങ്ങളിലും ഇൻഫാമിൻ്റെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഒരു ഫലവൃക്ഷത്തൈ മാവ് നമ്മൾ കൊടുത്തു. ഇന്ന് ആ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാ കാർഷിക ജില്ലയിലും ഇൻഫാമിൽ അംഗമായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഒരു ഫലവൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുക. അതിൻ്റെ തുടക്കമാണ്. വരും വർഷങ്ങളിൽ നമ്മളിങ്ങനെ വ്യത്യസ്തമായ ഫലവൃക്ഷ തൈകൾ അവരുടെ പുരയിടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഒരു പദ്ധതിയാണ്, കാർബൺ എമിഷനെ കുറയ്ക്കാൻ. കൂടാതെ ഇന്നലെ വൈകുന്നേരം നമ്മുടെയൊക്കെ വീടുകളിൽ വിളക്കണയ്ക്കൂ വിശ്വം കാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അരമണിക്കൂർ നേരം ലൈറ്റ് അണയ്ക്കാനും ആഗോള താപനത്തിനെതിരെ നമ്മളുടേതായ ഒരു പങ്കാളിത്തവും വരും തലമുറയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും നൽകാനുള്ള ഒരു പദ്ധതിയും നമ്മൾ നടത്തി. ഇനിയുള്ളത് സ്പേസാണ്. സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇടം എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ മനസ്സാണെന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ മനസ്സിനെയാണ്. ദൈവത്തിൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഇടമുണ്ട്. പാമ്പിനും പഴുതാരയ്ക്കും അട്ടയ്ക്കും ആനയ്ക്കും മനുഷ്യനും ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇടം കൊടുക്കുന്ന ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ മനസ്സാണ്. ഇതേപോലെ കർഷകരായ നമുക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സുണ്ടാവണം. എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, കർഷകർക്കും ഒരു സ്പേസ് ഉണ്ടാകണം. ഈ പ്രപഞ്ചത്തിൽ സമൂഹത്തിൽ ഒരു സ്പേസ് ഉണ്ടാകണം കർഷകർക്ക്. കർഷകർ പലപ്പോഴും പലവിധ കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ്. ലോകം മുഴുവൻ പരിസ്ഥിതി ദിന ആചരണം നടക്കുമ്പോൾ ഏറ്റവും നന്നായി പരിസ്ഥിതിയെ പരിപാലിക്കുന്ന കർഷകരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും പൊതുസമൂഹത്തിനുമുണ്ട് എന്നതാണ് പഞ്ചഭൂതങ്ങളിലെ സ്പേസിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. നമ്മുടെ കർഷകരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അത് നടക്കേണ്ടതുണ്ട്. തൻ്റേതല്ലാത്ത കാരണങ്ങളാലോ മറ്റുള്ളവരുടെ കാരണങ്ങളാലോ ഒരുപക്ഷെ ഓരം പറ്റി ചേർന്നു പോയ ഒതുക്കപ്പെട്ട ഒരു സമൂഹമായി കർഷക സമൂഹം മാറിയപ്പോഴാണ് ഇൻഫാം എന്നൊരു കർഷക സംഘടന അഭിമന്യ റെമീജിയസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ശക്തമായി നമ്മൾ ഒന്നിച്ച് സംഘടിച്ചുകൊണ്ട് ഈ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്താൻ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആളുകളായി വർത്തിക്കാൻ ലോകത്തിന് മുഴുവൻ ഭക്ഷണമായി നൽകുന്നവർ പ്രാന്തവൽക്കരിക്കപ്പെടേണ്ടവരല്ല, പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല എന്നൊരു സന്ദേശം കൂടി ഈ പരിസ്ഥിതി ദിനാചരണത്തിൽ പൊതുസമൂഹത്തിന് നമുക്കും കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ മുഖ്യധാരയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്ത ചിതറിക്കപ്പെട്ടു പോയ കർഷക സമൂഹത്തെ ഒന്നിച്ചു ചേർക്കുന്ന, മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സംഘടനയാണ് ഇൻഫാം. കേരളത്തിലും നമ്മുടെ രാജ്യത്തും 13 സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇൻഫാമിൻ്റെ കീഴിൽ കർഷകരെ അണിനിരത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ കൂടുതൽ അംഗസംഖ്യ ഇൻഫാമിനുള്ളത് തമിഴ്നാട്ടിലാണ്. 26,000 കർഷക കുടുംബങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഇൻഫാമിൽ അംഗത്വമുള്ളവരാണ്. കേരളത്തിൽ നമുക്ക് 25,000 എത്തിയിട്ടുള്ളൂ. പിന്നെ മറ്റ് സംസ്ഥാനം മഹാരാഷ്ട്രയിൽ, അരുണാചൽ പ്രദേശിൽ, ഗോവയിൽ, പിന്നെ കർണാടകയിൽ, തെലങ്കാനയിൽ, ഇവിടെ എല്ലാം നമ്മൾ സാധിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഡയറക്ടർമാരും പ്രസിഡന്റുമാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 13 സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇൻഫാം സ്ഥാപിക്കാൻ സാധിച്ചു. കേരളത്തിലെ തന്നെ റവന്യൂ ജില്ലകളുടെ എടുത്താൽ 13 റവന്യൂ ജില്ലകളിലും നമ്മൾ ഇൻഫാം സ്ഥാപിച്ചു. കാർഷിക ജില്ലകളായി ഇതാ ഇടുക്കിയും ആലപ്പുഴയും പുതിയ ഇൻഫാമിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അഭിമന്യ നെല്ലിക്കുന്നേൽ ജോൺ പിതാവിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ വളരെ കൃത്യമായി ഇടുക്കിയിലെ ഇൻഫാം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് ഏതാണ്ട് 600-ൽ പരം കർഷക കുടുംബങ്ങൾ ഇൻഫാമിൽ അംഗങ്ങളായതിൻ്റെ കാർഡ് വിതരണവും ഇവിടെ നടക്കുകയാണ്. അഭിമന്യ പിതാവ് ഞങ്ങൾക്ക് നൽകിയ ജോൺ കല്ലൂരച്ചനെയും ഈ അവസരത്തിൽ ഇൻഫാമിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കാനായിട്ട് ഞാൻ വിനിയോഗിക്കുകയാണ്. ഇനിയും വളരെ ദ്രുതഗതിയിൽ ഇത് മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം. പിതാവ് എപ്പോഴും കർഷകരോട് കൂടിയുള്ള ആളാണ്. പിതാവ് ആ രൂപതയിൽ എല്ലാ അച്ഛന്മാരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു ശക്തിയായി ഇടുക്കിയിലെ കർഷകർ മുഴുവൻ ഇൻഫാമിൻ്റെ കീഴിൽ അണിനിരക്കും. അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മുടെ കടമ. നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒറ്റ കൂട്ടായ്മയായി നിന്നുകൊണ്ട് ആ കർഷകരെയും നമ്മുടെ ഭാഗമാക്കി മാറ്റി അവരുടെ ഉന്നമനത്തിന്, അവരുടെ ജീവിതത്തിൻ്റെ വരുമാനത്തോട് അല്പം കൂടി കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് ഇൻഫാം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിൽ അഭിമന്യ ആനാപറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് മരക്കാശ്ശേരി അച്ഛൻ നേതൃത്വത്തിൽ ഇൻഫാം രൂപീകൃതമായി 200ഓളം കർഷകർ അവിടെ വന്നിട്ടുണ്ട്. പുനലൂർ ജില്ലയിൽ പുതുതായിട്ട് ഇൻഫാം രൂപീകൃതമായി കുറച്ച് നാളുകളായി. അവിടെയും 200-ൽ പരം കർഷക കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയ ഈ കർഷകരെ ഒന്നിച്ചു ചേർക്കുന്ന ഈ ശ്രമത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ്. അത് നമുക്ക് ഒരുമയോടെ ഇനി മുന്നോട്ട് പോകാം. അഭിമന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥന, അവരുടെ ആശീർവാദങ്ങൾ, അവരുടെ നേതൃത്വം ഒക്കെ നമുക്കുണ്ട്. നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് വേണ്ടിയുള്ള എല്ലാ വഴികളും അവർ തുറന്നു വച്ചിട്ടുണ്ട്. നമ്മളങ്ങ് പ്രവർത്തിച്ചാൽ മതി. നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. വളരെ ശക്തമായ KCBCയുടെ പിന്തുണയാണ് നമുക്കുള്ളത്. എല്ലാ പിതാക്കന്മാരും നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇന്ന് ഈ ദിനത്തിൽ 2 കാര്യങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. ഒന്ന്, ഫലവൃക്ഷത്തൈകൾ നമ്മൾ പറഞ്ഞു 25,000 കുടുംബങ്ങളിൽ നമ്മളത് കൊടുത്തുവിട്ടു. മറ്റൊന്ന്, അടുക്കളത്തോട്ടത്തിൻ്റെ വ്യാപനമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ട്രയലായി കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിൽ 2500 അടുക്കളത്തോട്ടങ്ങൾ നടത്തി. അതിൻ്റെ റിസൾട്ടും നമ്മൾ കണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടണം, അത് നമ്മുടെ ലക്ഷ്യമാണ്. നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് വിത്തുകൊട്ട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഈ വർഷം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം അത് 2500 ആയിരുന്നുവെങ്കിൽ ഇൻഫാമിൻ്റെ രജത ജൂബിലിയോട് അനുബന്ധിച്ച് അഭിമന്യ പിതാവിൻ്റെ താല്പര്യപ്രകാരം നമ്മൾ പ്രഖ്യാപിച്ച അടുക്കളത്തോട്ട വ്യാപന പരിപാടി 1,00,000 കുടുംബങ്ങളിൽ എത്തിക്കുമെന്നാണ് നമ്മുടെ തീരുമാനം. അതിൽ 25,000 വീടുകളിലേക്കുള്ള വിത്തുകൾ ഇന്നിവിടെ
അഭിനന്ദ പിതാക്കന്മാർ വിതരണം ചെയ്യും. ഈ വിത്തുകളുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 25,000 കുടുംബങ്ങളിലേക്ക് എത്തിക്കേണ്ട വിത്തുകളുടെ എണ്ണം 4,35,75,000 വിത്തുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. വിത്തുകൾ പലതും ചെറുതാണ്. ചീരയുടെ വിത്ത്, ക്യാരറ്റിൻ്റെ വിത്ത്, അങ്ങനെയെല്ലാം ചെറുതാണ്, വളരെ നേർത്തതും ഭാരം കുറഞ്ഞതും. പക്ഷെ അത്രയും എണ്ണമുണ്ട്. ഭാരം കുറഞ്ഞതാണെങ്കിലും ആ ഓരോ വിത്തിനും ജീവനുണ്ടെന്നുള്ളതാണ്. അതെല്ലാം ജീവാങ്കുരങ്ങളാണെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതിനെല്ലാം ജീവനുണ്ട്. അതെല്ലാം ജീവൻ്റെ ഒരു തുടിപ്പാണ്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ അടുക്കളത്തോട്ടങ്ങളിൽ വിരിയണം. അത് വിരിച്ചെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. പ്രിയപ്പെട്ട പുരുഷന്മാരായ കർഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ അടുക്കളത്തോട്ടത്തിൻ്റെ വിത്തുകൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബിനിമാരെ ഏൽപ്പിക്കണം. അവരത് നടട്ടെ, അവരതിൽ വ്യാപൃതരാകട്ടെ, അവർ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ വിത്തുകളെല്ലാം കൃത്യമായും നന്നായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് മഴക്കാലം കഴിഞ്ഞ് നിങ്ങൾ തുറന്നാൽ മതി, നടാൻ പാകമാകുന്ന സമയത്ത് തുറന്നാൽ മതി, അവയ്ക്കൊന്നും കേട് സംഭവിക്കുകയില്ല. ഇത്രയും വിത്തുകൾ സൗജന്യമായി നമ്മുടെ ഓരോ കർഷക കുടുംബങ്ങളിലും എത്തുമ്പോൾ അതനുസരിച്ച് നമ്മുടെ നാടിന് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അധ്വാനിക്കാതെ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിനകത്ത് വിഷമാണ്, കീടനാശിനിയാണ് എന്നൊന്നും പറയുന്നതിനകത്ത് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ചെയ്യണം. ഇത്രയും പദ്ധതികളാണ് ഇൻഫാം ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുക. അത് ഏതെങ്കിലും കാരണവശാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക്, മുഖ്യധാരയിലേക്ക് എത്താനുള്ള നമ്മുടേതായ ശ്രമങ്ങളാണ്. അതോടൊപ്പം അഭിനന്ദ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയമായിട്ട് നേതാക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഇടയിൽ ഈ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള ചാലുകൾ അവർ തെളിക്കുന്നുണ്ട്. അത് ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ ലോകത്തിന് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാം. ഒരു വാക്കുകൂടിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ കൈമുതലായി തന്ന മണ്ണ് നിങ്ങളുടേതല്ല, അത് നിങ്ങളുടെ മക്കളുടേതാണ്. അവരിൽ നിന്ന് കടം വാങ്ങിയതാണ് നമ്മൾ. അതുകൊണ്ട് മക്കളിൽ നിന്ന് കടം വാങ്ങിയ മണ്ണ് നശിപ്പിച്ചിട്ടല്ല തിരികെ ഏൽപ്പിക്കേണ്ടത്, ജീവനുള്ളതായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ മണ്ണിനെ നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫലപുഷ്ടമായി വിളവ് സമർത്ഥമായി ലഭിക്കുന്ന വിധത്തിൽ കൈമാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് നല്ല വിളവ് നൽകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.